നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അരവിന്ദ് ആർ ഗോപാലിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. 31 വയസ്സ്, ചതയം നക്ഷത്രം, മേനോൻ കാസ്റ്റാണ്, 5 അടി 10 ഇഞ്ച് ഹൈറ്റ്, അതായത് 5'10", 75 kg വെയിറ്റ്, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MBA ആണ്, BCom ഉണ്ട്, BCom ആൻഡ് MBA. സീനിയർ എക്സിക്യൂട്ടീവായിട്ട് എറണാകുളത്ത് പ്രശസ്തമായ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. സീനിയർ എക്സിക്യൂട്ടീവായിട്ട് ഇൻഫോപാക്കിലാണ് സ്ഥാപനം. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി, കോഴിക്കോട് സെറ്റിൽഡ് ആയിട്ടുള്ള അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഫാദർ വന്നിട്ട് രാജഗോപാലൻ, ഒരു സിസ്റ്റർ ഉണ്ട്, മീര എന്നാണ് കുട്ടിയുടെ പേര്, അമ്മ ഉഷ രാജഗോപാൽ. ഇവരെല്ലാവരും കാലിക്കറ്റ് സെറ്റിൽഡ് ആണ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണ്. താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടാം. ഒരിക്കൽ കൂടെ അരവിന്ദ് ആർ ഗോപാലിനെ പറ്റി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം വന്നിട്ട് ചതയം ആണ് നക്ഷത്രം. 31 വയസ്സ്, 5'10" ഹൈറ്റ്, 75 kg വെയിറ്റ്, MBA ആൻഡ് BCom ക്വാളിഫിക്കേഷൻ. ഇൻഫോപാക്ക് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു പ്രശസ്തമായ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ രാജഗോപാലൻ, അമ്മ ഉഷ രാജഗോപാലൻ, ഒരു സിസ്റ്റർ ഉണ്ട്. ഇവരെല്ലാവരും കാലിക്കറ്റ് സെറ്റിൽഡ് ആണ്. ഇവരുടെ സ്വദേശം, അതായത് അച്ഛൻ നമ്മുടെയൊക്കെ സ്വദേശം ഗുരുവായൂരും പൊന്നാനിയുമാണ്. ഒരു നല്ല ഫാമിലി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. വർത്തമാനത്തുനിന്നും കാര്യങ്ങൾക്കൊക്കെ വളരെ ആഠിത്യം ഉള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ അവരുടെ ഫർദർ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ കാര്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. വീട്ടിൽ ആർക്കെങ്കിലും വിവാഹം നോക്കണം എന്ന ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ, അച്ഛൻ, അമ്മ, മക്കൾ അവർ നന്നായിട്ടൊന്ന് സംസാരിക്കുക. നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ അവർ പറയും, ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് ബാംഗ്ലൂർ കിട്ടിയാൽ വളരെ നന്നായി. ചിലപ്പോൾ ചെന്നൈയിലാണെങ്കിൽ ചെന്നൈ, എറണാകുളത്താണെങ്കിൽ എറണാകുളം, ഹൈറ്റ് ഇത്ര ഉണ്ടെങ്കിൽ നന്നായിരുന്നു, ക്വാളിഫിക്കേഷൻ ഇന്നതായാൽ നന്നായി. ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഈ കുട്ടികളുടെ ഭാഗത്ത് പറയാനുണ്ടാവും. അതെല്ലാം നമ്മൾ പേരൻസ്, രക്ഷിതാക്കൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ തറവാട്ടിലെ ധർമ്മദൈവങ്ങൾ, അവരെ കുറെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഇങ്ങനെയൊക്കെ പറയുന്ന അമ്പലമൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ജാതകത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ആരും ജാതകം ഒരു ജ്യോതിഷ പണ്ഡിതന്മാരാവാതിരിക്കുക. ജാതകം ഒരു വഴി കൂടെ നടക്കട്ടെ, നമ്മൾ തന്നെ എല്ലാം ഇത്ര ദോഷമുണ്ട്, അത്ര ദോഷമുണ്ട്, ആ നാള് ചേരില്ല, ഈ നാള് ചേരില്ല, 7 ചൊവ്വയാണ്, അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. ഏതെങ്കിലും പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ല പണിക്കരടുത്ത് പോയിട്ട് 2, 3, 4 പണിക്കരടുത്ത് പോയാലും വിരോധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫൈലാണെങ്കിൽ തീർച്ചയായിട്ടും
ജോത്സ്യരെ കൊണ്ട് നോക്കി അവരുടെ ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം ഒരു എസ് ഓർ നോ എന്ന് പറയുക. അല്ലാതെ നിങ്ങളായിട്ട് ഒരു മുൻവിധി നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാതകം ഓക്കെയാണ്, ഫാമിലി ഓക്കെ ആയി, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫോട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നോർമലി നമ്മൾ പെണ്ണ് കാണൽ ചടങ്ങാണ്. പക്ഷേ പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ മുന്നേ ആയിട്ട് തന്നെ കുട്ടികൾ വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഒരു 15 ദിവസമെങ്കിലും അവർ വാട്സാപ്പ് ചാറ്റ് ചെയ്യണം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പുറത്ത് വെച്ച് കാണണം. പെൺകുട്ടിയും ആൺകുട്ടിയും പുറത്ത് വെച്ച് കാണണം. പുറത്ത് വെച്ച് കണ്ട് അവർ നല്ലൊരു കംഫർട്ട് ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. ഇല്ലെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ടെൻഷനൊന്നുമില്ലാതെ വിവാഹം ഭംഗിയായിട്ട് നടത്താൻ കഴിയും. അവർക്ക് കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ റിട്ടയർഡ് ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. ഇല്ലെങ്കിൽ എല്ലാറ്റിനും ടെൻഷനായിരിക്കും. അതെന്താ എങ്ങനെ പറ്റി, ഇതെന്താ അങ്ങനെ പറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അനാവശ്യ ടെൻഷനും ആവശ്യ ടെൻഷനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കഴിയുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. കുട്ടികൾ നന്നായിട്ട് സംസാരിക്കുക. അച്ഛനമ്മമാർ, കുട്ടികളുടെ അച്ഛനമ്മമാർ തമ്മിൽ നന്നായിട്ട് സംസാരിക്കുക. രണ്ട് കുടുംബങ്ങളുടെയും പാരൻസ് തമ്മിൽ നന്നായിട്ട് സംസാരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, ഒറ്റപ്പാലം, വള്ളൂരാട്, ബാറ്റുപാടിയിൽ.